ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കാൻ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി SBI. നിക്ഷേപവുമായി ബന്ധപ്പെട്ട വ്യാജ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വഞ്ചനാപരമായ വീഡിയോകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് SBI. നിക്ഷേപ തട്ടിപ്പുകളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ബാങ്ക് അറിയിച്ചു. SBI ഉദ്യോഗസ്ഥർ നിക്ഷേപ തട്ടിപ്പുകളെ അനുകൂലിക്കുന്നതായുള്ള വ്യാജ വീഡിയോകൾ വ്യാപകമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം വീഡിയോകളിൽ ബാങ്കിന് പങ്കില്ലെന്ന മുന്നറിയിപ്പുമായി SBI രംഗത്തെത്തിയത്. ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതികളാണ് നിക്ഷേപ തട്ടിപ്പിൽ പരാമർശിക്കുന്നത്. ഇതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഉദ്യോഗസ്ഥരുടെ ഡീപ് ഫേക്ക് വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. വ്യാജ വാർത്തകൾക്കും ആൾമാറാട്ടത്തിനും വ്യക്തിഹത്യകൾക്കുമെല്ലാം ഡീപ് ഫേക്കുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നൂതന സവിശേഷതകളുമായി സാംസങ് ഗാലക്സി S25 സീരീസ് ഫോണുകൾ വിപണിയിലേക്ക്. അടുത്ത വർഷം തുടക്കത്തോടെ വിപണിയിലെത്തുന്ന ഫോണിന് 80,000 മുതലാണ് വിലയെന്നാണ് റിപ്പോർട്ടുകൾ. S25 സീരീസിൽ ഗാലക്സി S25, S25 പ്ലസ്, S25 അൾട്ര എന്നീ 3 മോഡലുകളാണ് ഉണ്ടാവുക. എൻട്രി ലെവൽ മോഡലിന് 80,000 രൂപ വില വരുമെന്നാണ് സൂചന. കൂടുതൽ ഫീച്ചറുകളുള്ള പ്രീമിയം മോഡലായ S25 അൾട്രയ്ക്ക് 1,29,000 രൂപ വില വരാനും സാധ്യതയുണ്ട്. പുതിയ സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് ആയിരിക്കും ഫോണിന് കരുത്തു പകരുക. ആപ്പിൾ ഐഫോണിന് സമാനമായ ഫ്ലാറ്റ് ഫ്രെയിമും കൂടുതൽ തെളിച്ചത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള അപ്ഡേറ്റഡ് ഡിസ്പ്ലേയുമാണ് മറ്റ് സവിശേഷതകൾ. ബേസ് മോഡലായ ഗാലക്സി S25-ൽ 12GB റാം ഉണ്ടായേക്കും. AI ഫീച്ചറുകൾ മികവോടെ പ്രവർത്തിക്കാൻ ഇത് സഹായകമാകും. കൂടാതെ മൾട്ടി ടാസ്കിംഗ് സാധ്യമാകുന്ന തരത്തിലായിരിക്കും ഫോണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജിയോയ്ക്കും എയർടെല്ലിനുമൊപ്പം വാണിജ്യ 5G സേവനങ്ങളിലേക്ക് കടന്ന വോഡഫോൺ ഐഡിയയും രാജ്യത്തെ 17 ലൈസൻസ്ഡ് സർവീസ് ഏരിയകളിലാണ് കമ്പനി 5G അവതരിപ്പിച്ചത്. വിരളമായ സ്ഥലങ്ങളിൽ മാത്രമേ 5G അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നതിനാൽ ആദ്യഘട്ടത്തിൽ കുറച്ച് വരിക്കാർക്ക് മാത്രമേ സേവനം ലഭ്യമാവുകയുള്ളൂ. 3.3 GHz, 26 GHz സ്പെക്ട്രത്തിലാണ് VI 5G വിന്യസിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5G അവതരിപ്പിച്ച പ്രദേശങ്ങളിലുള്ള VIയുടെ പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ് വരിക്കാർക്ക് സേവനം ആസ്വദിക്കാൻ സാധിക്കും. എന്നാൽ അതിനായി നിശ്ചിത തുകയുടെ പ്രീപെയ്ഡ് പ്ലാൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. രാജസ്ഥാൻ, ഹരിയാന, പശ്ചിമബംഗാൾ, UP, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, പഞ്ചാബ്, തമിഴ്നാട്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളോടൊപ്പം എറണാകുളത്തെ തൃക്കാക്കരയിലും കാക്കനാട്ടുമാണ് നിലവിൽ VI 5G എത്തിയതായി കമ്പനി അറിയിച്ചിരിക്കുന്നത്. ജിയോയും എയർടെല്ലും കേരളത്തിൽ ആദ്യം 5G അവതരിപ്പിച്ചപ്പോഴും മെട്രോ നഗരമായ കൊച്ചിക്ക് പ്രാധാന്യം നൽകിയിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം 5G അവതരിപ്പിക്കാൻ വൈകിയത് VIയെ ഏറെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ജിയോയും എയർടെല്ലും അൺലിമിറ്റഡ് 5G സൗജന്യമായി നൽകിയതിനാൽ നിരവധി VI വരിക്കാർ അവിടേക്ക് മാറിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാരുതി സുസുക്കിയുടെ ജനപ്രിയ ഹാഷ്ബാക്കായ വാഗണാറിന്റെ ഇലക്ട്രിക് വേരിയന്റ് ഉടൻ പുറത്തിറങ്ങും. ഇന്ത്യൻ വിപണിയിൽ മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് കാറായിരിക്കും വാഗണാർ EV. കുറഞ്ഞ വില, മികച്ച സവിശേഷതകൾ തുടങ്ങിയവ കൊണ്ട് വാഗണാർ EV കൂടുതൽ ജനപ്രിയമാകുമെന്നാണ് പ്രതീക്ഷ. കാറിൽ 50 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടോർ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം മികച്ച പിക്കപ്പും ഉയർന്ന വേഗതയുമുള്ള കാറിന്റെ പരിധി 180 മുതൽ 230 കിലോമീറ്റർ വരെയാണ്. 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി തുടങ്ങിയ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് വിവരം. സുരക്ഷയ്ക്കായി 2 എയർ ബാഗുകൾ, ABS, EBD, റിയർ പാർക്കിംഗ് സെൻസർ, ക്യാമറ തുടങ്ങിയവയുമുണ്ട്. നിലവിലെ പെട്രോൾ മോഡലിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരിക്കും EVയുടെ ഡിസൈൻ. പുതിയ ഡിസൈൻ ഹെഡ്ലൈറ്റുകൾ, അടച്ച ഫ്രണ്ട് ഗ്രിൽ, പുതിയ ഡിസൈൻ അലോയ് വീലുകൾ എന്നിവ വേറിട്ടതാക്കും. പുതിയ സീറ്റ് അപ്ഹോൾസ്റ്ററിയും ഡാഷ്ബോർഡ് ഡിസൈനും ഉൾപ്പെടുന്ന കാറിന്റെ ഇന്റീരിയർ പുതിയ രൂപത്തിലാകാനാണ് സാധ്യത. അടുത്ത വർഷം തുടക്കത്തോടെ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന് 8.5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ വില വരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്കായി പുത്തൻ സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ച് ഹോണർ. ചൈനയിൽ ലോഞ്ച് ചെയ്ത ഹോണർ GT അധികം വൈകാതെ തന്നെ ഇന്ത്യയിലും എത്തും. ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്കായുള്ള മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഹോണർ GT. ദീർഘനേരമുള്ള ഗെയിമിംഗ് കണ്ണുകളെ ദോഷകരമായി ബാധിക്കാതിരിക്കാൻ ഇതിൽ 6.7 ഇഞ്ച് ഫുൾ HD AMO LED OASIS ഐ പ്രൊട്ടക്ഷൻ ഗെയിമിംഗ് സ്ക്രീനാണ് നൽകിയിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും 3840 Hz ഹൈ ഫ്രീക്വൻസി PWM ഡിബിങ്ങും ഫോണിലുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen
3 ചിപ്സെറ്റ് കരുത്തുമായാണ് ഫോൺ എത്തുക. സ്വയം വികസിപ്പിച്ച ഫാൻറ്റം എഞ്ചിൻ, സ്റ്റക്ക് ഫ്രെയിമുകൾ, AI ഫിലിം ഡിറ്റക്ഷൻ ടെക്നോളജി, AI പവർ കൺസ്യൂഷൻ അഡാപ്റ്റീവ് ടെക്നോളജി എന്നിവ കൃത്യമായി പ്രവചിക്കാനുള്ള സ്മാർട്ട് ഫോൺ രംഗത്തെ ആദ്യത്തെ AI റെൻഡറിംഗും ഡിസ്പ്ലേ സെപ്പറേഷൻ ടെക്നോളജിയും മറ്റ് സവിശേഷതകളാണ്. ആദ്യ 3D വാട്ടർഫ്ലോ VC സഹിതമാണ് ഹോണർ GT എത്തുക. സ്മാർട്ട് ഫോൺ രംഗത്തെ ആദ്യത്തെ ഡ്യുവൽ മെയിൻ ഫ്ലോ ക്യാപിറ്റലറി നെറ്റ് ഡിസൈനും ആദ്യത്തെ 9 വാട്ട് ഹൈ പെർഫോമൻസ് തെർമൽ കണ്ടക്റ്റീവ് ജെല്ലും ഇതിലുണ്ട്. 3.3 GHz ഒക്ടോ കോർ സ്നാപ്ഡ്രാഗൺ 34NM മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ഈ ഫോണിന്റെ ശക്തി കേന്ദ്രം. ഹോണർ GTയുടെ 12GB പ്ലസ് 256GB അടിസ്ഥാന വേരിയന്റിന് നിശ്ചയിച്ചിരിക്കുന്ന വില 25,630 രൂപയാണെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മറ്റ് ബിസിനസ് വാർത്തകൾ നോക്കാം. ബജറ്റ് കമ്മി 2025 മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 4% ഉയർത്താൻ തയ്യാറെടുത്ത് ചൈന. മാർച്ചിൽ നടക്കുന്ന വാർഷിക പാർലമെന്റ് യോഗത്തിലാകും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. അടുത്ത വർഷം മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 4% ബജറ്റ് കമ്മി ഉയർത്താൻ ചൈനീസ് ഭരണകൂടം തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. ഇത് റെക്കോർഡിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. അതേസമയം സാമ്പത്തിക വളർച്ചാ ലക്ഷ്യം 5% നിലനിർത്തുമെന്നും അഭ്യൂഹമുണ്ട്. നിലവിൽ നേതാക്കൾ ഇത്തരമൊരു തീരുമാനത്തിന് സമ്മതം അറിയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം മാർച്ചിൽ നടക്കുന്ന വാർഷിക പാർലമെന്റ് യോഗത്തിലായിരിക്കും ഉണ്ടാവുക. നിയമനിർമ്മാണ സമ്മേളനത്തിന് മുൻപ് ഇത് മാറാനും സാധ്യതയുണ്ട്. ഈ വർഷം 3% ചൈനയുടെ ബജറ്റ് കമ്മി കണക്കാക്കിയിരിക്കുന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിന് പുറമെ പ്രത്യേക ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഉത്തേജനത്തിന് ധനസഹായം നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.